And look at our artist. हमारे artist को देखिए. Movement same दिखेगा screen पे और artist का movement same रहेगा. Yeah. So now look at the top. आपके ऊपर देखिए सामने the round color blue circle cameras. The round blue color circle cameras called OptiTrack cameras. इसे OptiTrack cameras कहते हैं. So now look at our artist. हमारे artist को देखिए. She is wearing a black color suit. It has sensors on it. वो सूट के ऊपर देख सकते हैं white color balls. वो है sensors. So these OptiTrack cameras capturing sensors and showing on the screen as an avatar character. ये OptiTrack cameras sensors को capture करके screen पर दिखा रहा है avatar character की तरह. So with the help of blue chroma screen, we can go to one destination to another destination easily. And same sensors on it. चेयर के ऊपर भी देख सकते हैं same sensors लगे हुए. So by lifting the chair on the screen, you can see as a rock. So पत्थर की तरह देख सकते हैं screen पर. So with the help of this technology, many movies like Bahubali, Hulk, King Kong, Spider-Man, Iron Man, Hanuman, Robo, ये सारे मूवीज इसी टेक्नोलॉजी मदद से शूट किया जाता है. सो थैंक यू एवरीवन. दिस इज योर फर्स्ट अट्रैक्शन मोशन कैप्चर स्टूडियो. योर सेकंड अट्रैक्शन विल बी द वर्चुअल शूट. यू विल सी ഈ योरसेल्फ. സെക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സെക്ഷന് വേണ്ടിയിട്ട് ബസ്സിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. ഓരോ സെക്ഷൻ കഴിഞ്ഞാലും അവിടെ ഒരു ബസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. ഇനി ആ ബസ് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ അടുത്ത ബസ് അവിടെ വരുന്നതാണ് കേട്ടോ. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. അപ്പം ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കാണുന്നത് പോലെ ഒരു കൂളിംഗ് സെറ്റപ്പ് ഒക്കെ വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫിലിം സിറ്റീൻ്റെ ഉള്ളിലുള്ള ഓരോ ഭാഗവും ഇവർ ഓരോ തരത്തിൽ അടിപൊളിയാക്കിയിട്ട് വേസ്റ്റ് ആക്കാതെ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ
എനിക്കത് കംപ്ലീറ്റ് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഫിലിം സിറ്റിയിലെ വിശേഷങ്ങൾ കണ്ടു കഴിയുമ്പം തന്നെ വൈകുന്നേരം 5:30 ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നല്ലോ ഇവിടെ 5:30 വരെയാണ് ടൈം എന്നുള്ളത്. പിന്നെ അവിടെ നമ്മൾ ബസ് കയറിയിട്ട് ഫിലിം സിറ്റീൻ്റെ ആ ഒരു എൻഡിങ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് പോയി വണ്ടി എടുത്ത് ഇതാ ഫിലിം സിറ്റീൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കടക്കുകയാണ്. താങ്ക് യു, വിസിറ്റ് അഗെയിൻ എന്നൊക്കെ ഇവിടെ എൻട്രൻസ് ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് കാഴ്ചകൾ, നല്ല നല്ല അനുഭവങ്ങൾ നമുക്ക് ഈ ഫിലിം സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഹൈദരാബാദിന്റെ ചരിത്രം ഉറങ്ങുന്ന ചാർമിനാർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പഠിക്കുന്ന സമയത്ത് സോഷ്യൽ ഹിസ്റ്ററിയിലൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ടാണ് ചാർമിനാറിനെ ഞാൻ കണ്ടിട്ടുണ്ടായത്. പക്ഷെ ഇത്രക്കും അടിപൊളിയാണ്, ഇത്രക്കും ഭംഗിയുണ്ട് എന്നുള്ളത് നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചാർമിനാർ എന്ന് പറയുമ്പോൾ 4 മിനാരങ്ങളാണ്. ഇതിന് ചുറ്റും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരിങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഫാൻസി ഐറ്റംസ് ആണെങ്കിലും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചാർമിനാറിൻ്റെ ആ ഒരു പരിസരത്ത് പോയാൽ നമുക്ക് കിട്ടും. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹൈദരാബാദിനോട് വിട പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഈ ഒരു ഹൈദരാബാദ്. ഞങ്ങൾ 4 പേരും നല്ല രീതിക്ക് തന്നെ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. മാക്സിമം കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഹൈദരാബാദ് ട്രിപ്പിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തത് മുതലേ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.